ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ ദൈവം നമ്മുടെ ഹൃദയക്കണികളെ പ്രകാശിപ്പിക്കട്ടെ. ദൈവകൃപ നമ്മളോടുകൂടി ഇരിക്കട്ടെ. നാം ഈ 48-ാമത്തെ സങ്കീർത്തനത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. ഇത് ഒരു സിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നഗരത്തെക്കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് കാണുന്നത്. 48-ാമത്തെ സങ്കീർത്തനം. ഈ നഗരം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ജീവിതത്തെ തന്നെ ദൈവം നഗരമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ഒരു മനുഷ്യ ജീവിതത്തെ നമ്മളെ തന്നെ നീ നീതിപുരമെന്നും വിശ്വസ്ത നഗരമെന്നും വിളിക്കപ്പെടുമെന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ മന്ദിരമായിട്ട് നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ നഗരമായിട്ട് നമ്മളെ കാണുന്നു. സെൻറ്റ് അഗസ്റ്റിനോസിൻ്റെ ഒരു വിശുദ്ധമായൊരു പുസ്തകമുണ്ട്, ദ സിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നഗരം. വളരെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ്. ഇതിലെല്ലാം മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് അവിടെ കാണുന്നത്. നമ്മൾ മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ ജോൺ ബെനിയൻ്റെ ദ ഹോളി വാർ എന്ന് പറയുന്നതിൽ മനുഷ്യൻ്റെ ഒരു നരാത്മപുരി എന്നാണ് പറയുന്നത്. ഒരു പട്ടണമായിട്ട് സദൃശവൽക്കരിച്ചുകൊണ്ട് പ്രതിപാദിക്കുന്ന ഒരു അലിഗോറിക്കൽ ക്ലാസിക്, മനോഹരമായൊരു പുസ്തകമാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, അതേ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് നമ്മളെക്കുറിച്ചുള്ള ഒരു മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് അക്ഷരീയമായി ഇത് പറയുന്ന യെരുശലേമിനെ കുറിച്ചാണ്. യെരുശലേമാണ് ദൈവത്തിൻ്റെ നഗരം എന്ന് വിളിക്കപ്പെട്ടിരുന്നത്. ദൈവത്തിൻ്റെ സിംഹാസനമുള്ള സ്ഥലം, ദൈവത്തിൻ്റെ നഗരം, വിശുദ്ധ നഗരം എന്ന ഹോളി സിറ്റി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഇത് ഗ്രേറ്റ് സിറ്റി എന്നറിയപ്പെടാൻ എല്ലാവരും അറിയപ്പെടുന്നത്. അത് ബാബിലോണിയ പാരമ്പര്യമാണ്, ഗ്രേറ്റ് സിറ്റി. എന്നാൽ ദൈവത്തിൻ്റെത് എപ്പോഴും ഒരു ഹോളി സിറ്റി എന്നാണ് പറയുന്നത്, വിശുദ്ധ നഗരം എന്ന് വിളിക്കപ്പെടും. വെളിപാട് പുസ്തകത്തിലൊക്കെ മർമ്മം മഹദീയം ബാബിലോൺ, ദ ഗ്രേറ്റ് ബാബിലോൺ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ നഗരത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ നഗരം എന്ന് പറയുന്നത്, ഹോളി സിറ്റി. ഇവിടെ നമ്മൾ കാണുക 1-ാമത്തെ വാക്യം, നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. ഇത് നമ്മളിൽ തന്നെ എടുത്തു നോക്കിയാൽ ദൈവത്തിൻ്റെ നഗരം നമ്മളാണെങ്കിൽ നമ്മളിലുള്ള വിശുദ്ധ പർവ്വതം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ അവിടെ കാണിക്കുന്നത്. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അതിൻ്റെ മനോഹാരിതയൊക്കെ പറയാം. പക്ഷേ ഇത് നമ്മൾക്ക് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എപ്രകാരമെന്ന് ചോദിച്ചാൽ, അതായത് മഹാരാജാവിൻ്റെ നഗരം, ഉത്തരഗിരിയെ സിയോൻ പർവ്വതം, സിയോനെ നിനക്ക് നോവ് കിട്ടി. അതുപോലെ സിയോൻ എന്ന് പറയുന്നതും പുതിയ നിയമസഭയെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. ഇവിടെ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അവരോട് പറയുകയാണ് 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട്, അവിടെ പറയാം നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ. നമ്മുടെ വിശ്വാസം പ്രസിദ്ധമാകും എങ്ങനെയെങ്കിലും. അത് യഥാർത്ഥ വിശ്വാസമാണെങ്കിൽ, കപട വിശ്വാസം എന്നല്ല, യഥാർത്ഥ വിശ്വാസമാണെങ്കിൽ അത് പ്രസിദ്ധമാകും. അത് ഭൂമിയുടെ അറ്റങ്ങളോളം അത് ചെല്ലും, എല്ലാവർക്കും അത് മനസ്സിലാകും. അങ്ങനെ മനസ്സിലാകണം. ദൈവത്തിൻ്റെ പേര് നമ്മൾ അറിയപ്പെടാൻ ആഗ്രഹിക്കണം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അഡ്രസ്സ് എന്ന് പറയുന്നത്. മറ്റെല്ലാറ്റിനേക്കാളും ദൈവത്തിൻ്റെ പേരിൽ അറിയപ്പെടുക, ദൈവത്തിൻ്റെ അഡ്രസ് അതായിരിക്കണം നമ്മുടേത്. തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോഴും അവിടെ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. 6-ാമത്തെ വാക്യം, 1-ാമത്തെ അധ്യായം 1 തെസ്സലോനിക്കർ 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. എല്ലായിടവും നിങ്ങൾക്കുള്ള ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് വിശ്വാസം അത് ജീവനുള്ളതാകുമ്പോൾ അത് വ്യാപിക്കും. അത് ഇവിടെ പറയാൻ ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെ ആനന്ദമാകുന്നു. അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ തന്നെ ദൈവം നമ്മുടെ ദുർഗമായി മാറുക, അല്ലേ? ഗോഡ് ഈസ് അവർ റെഫ്യൂജ്. നമ്മൾ കൊണ്ട് ദൈവം
ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു എന്ന് നമ്മൾ 46 സങ്കീർത്തനത്തിൽ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ദൈവം തന്നെ നമ്മുടെ ദുർഗമായി മാറുക. ഇതാ രാജാക്കന്മാർ കൂട്ടം കൂടി, അവർ ഒന്നിച്ച് കടന്നുപോയി, അവർ അത് കണ്ട് അമ്പരുന്നു, അവർ പരിഭ്രമിച്ച് ഓടിപ്പോയി, അവർക്ക് അവിടെ വിറയൽ പിടിച്ചു, നോവ് കിട്ടിയവൾക്കെന്ന പോലെ വേദന പിടിച്ചു. അതായത് ഈ രാജാക്കന്മാർ ഈ നഗരത്തിനെതിരെ വരുന്നതായ എല്ലാ പ്രതിബന്ധങ്ങളെയും ദൈവം തന്നെ തടഞ്ഞു നിർത്തുകയാണ്. അവർ ഓടിപ്പോവുകയാണ്, അവർ അമ്പരന്ന് പോവുകയാണ്. ഒന്ന്, ഇതിൻ്റെ മഹത്വം കണ്ടിട്ടും, രണ്ട്, ഇതിൻ്റെ സംരക്ഷണം കണ്ടിട്ടും ഇതിനെ ഒരു രീതിയിൽ ആക്രമിക്കാൻ സാധിക്കാതെ അകന്നു പോകുന്നു. കാരണം ദൈവത്തിൻ്റെ സംരക്ഷണം. യഹോവയുടെ ദൂതൻ എൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു എന്ന് പറയുക. ഇവിടെ കാണുകയാണ്, അവർക്ക് നോവ് കിട്ടിയവൾക്കെന്ന പോലെ വേദന പിടിച്ചു. നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീഷ് കപ്പലുകൾ ഉടച്ചു കളയുന്നു. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളെ കൊണ്ട് നഗരത്തിൽ, നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു. ദൈവം അതിൻ്റെ സദാകാലത്തേക്കും സ്ഥിരമാക്കുന്നു. ഇവിടെ തർശീഷ് കപ്പലുകൾ ഉടച്ചു കളയുന്നു എന്ന് പറയുന്നത്. കിഴക്കൻ കാറ്റുകൊണ്ട് തർശീഷ് കപ്പലുകൾ ഉടച്ചു കളയുന്നു. ഈ തർശീഷ് കപ്പലുകൾ ഉടച്ചു കളയുന്നു. നമുക്ക് തർശീഷ് കപ്പലിനെ കുറിച്ച് ഏറ്റവും ആദ്യം വരുന്നത് പിന്മാറ്റത്തിൻ്റെ ഒരു അനുഭവമാണ്. എന്നാൽ ദൈവത്തെ വിട്ട് പിന്മാറിപ്പോകുന്ന ആ അനുഭവങ്ങൾ ദൈവം തകർത്ത് കളയുമെന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. യോനാ പ്രവാചകൻ അരസൻ്റെ കാണിച്ചിട്ട് ദൈവം നിനവയിലേക്ക് പോകാൻ പറഞ്ഞത് അതനുസരിക്കാതെ തർശീഷിലേക്ക് പോകുന്ന ഒരു കപ്പൽ കൊണ്ട് കൂലി കൊടുത്ത് അതിനകത്ത് കയറി. തർശീഷ് കപ്പൽ എന്ന് പറഞ്ഞാൽ അത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഹീരാമിൻ്റെ കപ്പലുകളോട്, അതായത് ശലോമോന് ഹീരാമിൻ്റെ കപ്പലുകളോട് തർശീഷ് കപ്പലുണ്ടായിരുന്നു. തർശീഷ് കപ്പലുകൾ 3 സംവത്സരത്തിലൊരിക്കൽ പൊന്ന്, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങ്, മയിൽ എന്നിവ കൊണ്ടുവന്നു. പിന്നെ മറ്റൊരു ഇത് പറയാണ്, ഓഫീരിൽ പൊന്നിന് പോകേണ്ടതിന് യഹോശാഫത്ത് തർശീഷ് കപ്പലുകളെ ഉണ്ടാക്കി. എന്നാൽ എസ്യോൻ ഗേബറിൽ വെച്ച് ഉടഞ്ഞു പോയത് കൊണ്ട് അവയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. 1 രാഖമ 22-ാം അധ്യായം, മറ്റു 1 രാഖമ 10:22. അങ്ങനെ അപ്പോൾ ഈ തർശീഷ് എന്ന് പറയുന്ന 2 ദിനവൃത്താന്തം 9:21 പറയുന്നുണ്ട്, രാജാവിൻ്റെ കപ്പലുകളെ ഹൂരാമിൻ്റെ ദാസന്മാരോട് തർശീഷിലേക്ക് അയച്ചിരുന്നു. 3 ആണ്ടിൽ ഒരിക്കൽ തർശീഷ് കപ്പലുകൾ പൊന്ന്, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങ് എന്നിവയിൽ കൊണ്ടുപോകുന്നു. അവിടെ ഈ പിന്നെ ഉറപ്പുള്ള എല്ലാ തർശീഷ് കപ്പലിന്മേൽ മനോഹര ദൈവത്തിൻ്റെ ന്യായവിധി വരുമെന്ന് പറയുന്നതാണ്. അത് ഒറ്റ ഇതേ ഉള്ളൂ. തർശീഷ് കപ്പലുകൾ യെഹെസ്കേൽ 27 ഒരു വാക്യം പറഞ്ഞു, തർശീഷ് സകലവിധ സമ്പത്തിൻ്റെയും പെരുപ്പ് നിമിത്തം നിന്റെ വ്യാപാരിയായിരുന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളിയും കാര്യം എന്നിവ നിന്റെ ചരക്കിന് പകരം തന്നു. യെഹെസ്കേൽ 27:15-25 തന്നെ പറയും, തർശീഷ് കപ്പലുകൾ നിനക്ക് ചരക്ക് കൊണ്ടുവന്നു, നീ പരിപൂർണയും സമുദ്രമധ്യേ അതിധനികയുമായി തീർന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരി വാക്യങ്ങൾ ഈ തർശീഷ് എന്ന് പറയുന്നത്, അതായത് സമ്പത്തിൻ്റെ ഇതിലേക്ക് പോകുന്നത്. ഇന്ന് അനേക ദൈവ വേലക്കാർ പോലും ഈ സമ്പത്തിന് പിന്നാലെ പോകുന്നുണ്ട്. തർശീഷ് കപ്പലുകളെല്ലാം അവരൊക്കെ യാത്ര ചെയ്യുന്നത്, പൊന്ന്, വെള്ളി, ആഡംബരം, ഇത് എല്ലാം അതിൻ്റെ പിന്നാലെ പോകുന്ന ഒത്തിരി പേരുണ്ട്. അതൊക്കെ തർശീഷ് കപ്പലാണ്. അതെല്ലാം ഉടച്ചു കളയും ദൈവം, അതൊന്നും നിൽക്കുകയില്ല. ഇവിടെ പറയുകയാണ്, പിന്മാറ്റത്തിൻ്റെതാണ് ഈ തർശീഷ് കപ്പലാണ്. കിഴക്കൻ കാറ്റുകൊണ്ട് തർശീഷ് കപ്പൽ ഉടച്ചു കളയും. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളെ ഹോട നഗരത്തിൽ നമ്മുടെ ദൈവത്തിനകത്ത് കണ്ട് ദൈവം അതിനെ സദാകാലത്തേക്ക് സ്ഥിരമാക്കുന്നു. എന്നാൽ അങ്ങനെ ഒരു പിന്മാറ്റങ്ങളെ ദൈവം മാറ്റി നമ്മളെ മടക്കി വരുത്തി ദൈവം ഉറപ്പിക്കുന്ന യോനായ ദൈവം ഉറപ്പിക്കുകയാണ്. ഇനി 9-ാമത്തെ വാക്യം, ദൈവമേ നിൻ്റെ മന്ദിരത്തിൻ്റെ മധ്യേ ഞങ്ങൾ നിൻ്റെ ദയയെക്കുറിച്ച് പാടും. നിൻ്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. ദൈവമേ നിൻ്റെ നാമം പോലെ തന്നെ നിൻ്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തും. നിൻ്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു. ദൈവമേ ദൈവത്തിൻ്റെ മന്ദിരം ഏതാണ്? നമ്മളാണ് ദൈവത്തിൻ്റെ മന്ദിരം. ദൈവത്തിൻ്റെ മന്ദിരത്തിൻ്റെ മധ്യേ ഞങ്ങൾ നിൻ്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. നമ്മുടെ മുകളിൽ ഒരു പേര് എഴുതി വെക്കണമെങ്കിൽ എന്താ പറയുക? ദൈവത്തിൻ്റെ ദയ. അതാണ് നമ്മുടെ മുമ്പിൽ എഴുതി വെക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും എഴുതി വെക്കേണ്ടത്, ദൈവത്തിന് ദീർഘക്ഷമ കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്, നമ്മുടെ യോഗ്യത കൊണ്ടല്ല. ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ, തീത്തോസിൻ്റെ ലേഖനത്തിൽ ഒരു വാക്ക് നമ്മൾ വായിക്കുകയാണ്, ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ നമ്മൾ രക്ഷിച്ചത് എന്ന് പറയുകയാണ്. അവിടെ തീത്തോസിന് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം
മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മുമ്പേ നാമം ബുദ്ധി കെട്ടവരും മനസ്സിനുമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷത്തിലും അന്യവരും ഭയക്കുന്നവരുമായിരുന്നു. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ദയ, അത് നമ്മളെപ്പോഴും ദയയെക്കുറിച്ച് ഓർക്കുക. അവൻ്റെ ദയ നമ്മൾ 136 സങ്കീർത്തനത്തിലായിരുന്നു, അവിടെ പറയുന്നുണ്ട്, എല്ലാറ്റിലും പറയുന്നതാണ് കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഞാൻ പിന്നെയും പറയും. അവിടെ വാഴ്ത്തുകയാണ്, ദൈവത്തെ വാഴ്ത്തുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് കാണുന്നത്. 136 ഏകനായ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ അതിനകത്ത് മുഴുവൻ ദയയെക്കുറിച്ചാണ് പറയുന്നത്. അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് തന്നെ പറയുന്നൊരിതാണ്. നമ്മൾ ചിന്തിക്കുക, ദൈവത്തിൻ്റെ ദയയാണ് നമ്മുടെ കൃപ എന്ന് പറയുന്നത്. ദൈവമേ, നിൻ്റെ നാമം പോലെ തന്നെ നിൻ്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു. നിൻ്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു. 11 നിൻ്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാപുത്രന്മാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുവീൻ, അതിൻ്റെ ഗോപുരങ്ങളെ എണ്ണുവീൻ, വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിൻ്റെ കൊത്തടങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്ന് നോക്കുവീൻ. ഇവിടെ പറയുകയാണ്, ഈ സിയോൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ദൈവത്തിൻ്റെ സിയോനാണെങ്കിൽ അതിൻ്റെ ഗോപുരങ്ങളെ എണ്ണുവീൻ. ഗോപുരങ്ങളുണ്ട് ഇതിനോരോ ഇതിന്. പിന്നെ വാച്ച് ടവേഴ്സ് ഉണ്ട്, അതായത് ഈ കൊത്തളങ്ങളുണ്ട്, കാവൽക്കാരെ ആക്കുക. കൊത്തളങ്ങളിൽ കാവൽക്കാർ നിന്നിട്ട് ഈ നഗരത്തെ പരിപാലിക്കുക. വാച്ചേഴ്സ് എന്ന് പറയുമ്പോൾ കാവൽക്കാർ നഗരത്തെ പരിപാലിക്കുകയാണ്, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ നഗരത്തെ. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ വാച്ചേഴ്സ് വേണം, അതായത് കാവൽക്കാർ വേണം. ദൈവമേ, എൻ്റെ ആ തുറക്കപ്പെട്ട അവയവങ്ങൾക്ക് വാതിൽ കാവൽക്കാരെ നിയമിക്കണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ ദൈവകൃപയിൽ നമ്മളായിരിക്കണം എന്നാണ് പറയുന്നത്. ഈ 14-ാമത്തെ വാക്യം ഏറ്റവും ശ്രേഷ്ഠമായ, എല്ലാവരും മിക്കവാറും എല്ലാവരും അറിയുകയും നമ്മൾ പലയിടത്തും എഴുതി വെച്ചിരിക്കുന്നൊരു വാക്യമാണിത്. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. അതാ ദൈവത്തിൻ്റെ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. ദിസ് ഗോഡ് ഈസ് അവർ ഗോഡ് ഫോർ എവർ ആൻഡ് എവർ. ഹീ വിൽ ലെഡ് അസ് ഫോർ ഓൾ ടൈം ടു കം. ഈ ദൈവം നമ്മെ ജീവപര്യന്തം, ഈ ജീവപര്യന്തം തടവെന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോൾ അത് മാറ്റം വന്നിട്ടുണ്ടെന്ന് അമ്മന്മാർക്ക് വന്നു. 14 വർഷം എന്നൊക്കെ പറയും. ജീവപര്യന്തം തടവിനെ വിധിച്ചു എന്ന് പറഞ്ഞാൽ 14 വർഷം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ദൈവം പറയുന്ന ജീവപര്യന്തം എറ്റേണൽ, ആ അന്ത്യം വരെയും, അന്ത്യത്തോളം നമ്മൾ നടത്തുവാൻ, നിത്യതയോളം, അതൊക്കെ അങ്ങനെ ദീർഘിച്ചു പോകുന്നതാണ്. ജീവപര്യന്തം വഴി നടത്തുന്ന ഒരു ദൈവം. അതുകൊണ്ട് ആ ദൈവത്തിൽ മറ്റുള്ളവർക്ക് ആർക്കും നമ്മളോട് കൂടി എന്നും എപ്പോഴും കൂടെ ഇരിക്കാൻ പറ്റുകയില്ല. എല്ലാവർക്കും വേർപിരിയേണ്ടി വരും, അകന്നു പോകേണ്ടി വരും. എല്ലാം അങ്ങനെയാണ് ലോകത്തിൻ്റെ ഇതെന്ന് തന്നെ, ക്രമീകരണം തന്നെ. അപ്പോൾ എപ്പോഴും നമ്മളോട് കൂടി ഇരിക്കുന്നതിന്, ഞാൻ ബാലനായിരുന്നു വൃദ്ധനായി തീർന്നു ഉണ്ടോ, ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയമല്ലോ. എപ്പോഴും നമ്മളോട് കൂടി ഇരിക്കുന്ന ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിക്കാനും ആശയവെപ്പാനും നമുക്കിടയാകണം. ദൈവകരങ്ങൾ നമ്മളെ തന്നെ അർപ്പിക്കാം. ദൈവത്തിൻ്റെ നഗരമായി, സിറ്റി ഓഫ് ഗോഡായിട്ട് നമ്മൾ മാറട്ടെ. നമ്മുടെ വിശ്വാസം പടരട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ അറിയപ്പെടട്ടെ. നമ്മുടെ വിശ്വാസം പ്രസിദ്ധമാകട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് മറ്റുള്ളവർ നമ്മളിൽ കൂടെ ദൈവത്തിൻ്റെ സുഗന്ധം, ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന നമ്മളിൽ കൂടെ വ്യാപരിക്കട്ടെ. അതിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളെ സ്നേഹിച്ച് ഈ മന്ദിരം പൊളിപ്പി, ഞാനത് 3 ദിവസത്തിനകം പണിയുമെന്ന് അരുളി ചെയ്ത് തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി ആ മന്ദിരം പൊളിച്ച് 3-ാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ നിൻ്റെ മന്ദിരങ്ങളാക്കാൻ വേണ്ടിയാണ്, ഞങ്ങളെ വിശുദ്ധീകരിക്കാനാണ് നീ ഞങ്ങളുടെ പാപശാപരോഗങ്ങളെല്ലാം ചുമന്നുകൊണ്ട് ക്രൂശുമേൽ കയറുകയും ഞങ്ങൾക്ക് നിത്യരക്ഷ തരികയും ചെയ്ത് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളെ നിൻ്റെ മന്ദിരമായി അവിടുന്ന് വിളിച്ചു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നൊരു തിരുവ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. നിന്നെ വിശുദ്ധ നഗരമെന്ന് കർത്താവെ ഞങ്ങളെ അവിടുന്ന് വിളിക്കുന്നുണ്ടപ്പാ. ഞങ്ങൾ നിൻ്റെ നഗരമായി, നിൻ്റെ മന്ദിരമായി കർത്താവെ, ഞങ്ങൾ നിൻ്റെ സാക്ഷ്യമുള്ള മന്ദിരങ്ങളായി, ഞങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പരക്കത്തക്കവണ്ണം, ഞങ്ങളുടെ വിശ്വാസം ജീവനുള്ളതായി അവിടുന്ന് മാറ്റി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ നാമത്തിൽ അറിയപ്പെടാൻ, നിൻ്റെ പേരിൽ ഞങ്ങൾ അറിയപ്പെടാൻ ഇടയാകട്ടെ കർത്താവെ. ആ ശ്രേഷ്ഠമായ നാമം ഞങ്ങളിൽ കൂടെ മഹത്വപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നടത്തിക്കൊണ്ടുവന്ന എല്ലാ വഴികൾക്കായ സ്തുതി. മുമ്പോട്ട് ഞങ്ങളുടെ പാതകളിൽ ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും എന്ന വാക്തത്വം, ആ വചനം, ആ വാക്തത്വം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമായിരിക്കട്ടെ കർത്താവേ.
ഇനി ഞങ്ങളുടെ ദുർഗമായിരിക്കാൻ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. എല്ലാ നന്മകളാൽ കൃപകളാൽ നിറയ്ക്കണമേ. തിരുനാമം ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്നേക്കും ജീവിപ്പാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.